സംസ്ഥാന രാഷ്ട്രീയത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി പോകേണ്ടതുണ്ട്. വലിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാവികാസ് അഘാടി ഒപ്പം മഹായുതിയും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹായുതി സഖ്യം വലിയ നേട്ടമുണ്ടാക്കുകയാണ്. ബിനീഷ് കൊട്ടാരത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനീഷ്, സൂചിപ്പിച്ചതുപോലെ മഹായുതി വലിയ നേട്ടമുണ്ടാക്കുകയാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല പാർട്ടികളുടെയും നിലനിൽപ്പിനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പ് മാറുകയല്ലേ? എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഒരു മുന്നോട്ട് പോക്ക് നടക്കുന്നത്? അഖില, മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ഇപ്പോൾ എണ്ണി തീർത്തുകൊണ്ടിരിക്കുന്നത്. 224 സീറ്റുകളിലാണ് ഇപ്പോൾ മഹായുതി സഖ്യം, BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. 54 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി ഉള്ളത്. അതായത് ഏതാണ്ട് 4-3 സീറ്റുകളും നേടിക്കൊണ്ടുള്ള ഒരു വലിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ BJP സഖ്യം നേടിക്കൊണ്ടിരിക്കുന്നത്. അഖില ചോദിച്ച ചോദ്യം, മഹായുതിയുടെ വൻ വിജയത്തിൽ വലിയ നഷ്ടമുണ്ടാകുന്നത് പിളർന്ന ശിവസേനയ്ക്കും NCPക്കുമാണ്. കാരണം BJPയോടൊപ്പം പോകുന്ന NCPയും ശിവസേനയും വളരെ സുരക്ഷിതമായി അവർ മത്സരിച്ച ബഹുഭൂരിപക്ഷം സീറ്റും, അതാണ്ട് 80-90% സീറ്റുകളിൽ വിജയിച്ച് BJPക്കൊപ്പം നിൽക്കുന്നു. കാരണം ചിഹ്നവും പാർട്ടി പേരുമൊക്കെ കിട്ടിയത് BJPയോടൊപ്പമുള്ള ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേനയ്ക്കായിരുന്നു. അതുപോലെ NCPയുടെ ചിഹ്നവും പേരും ലഭിച്ചത് BJPയോടൊപ്പം ഉള്ള അജിത് പവാറിൻ്റെ NCPക്കായിരുന്നു. അവർ വളരെ സുരക്ഷിതമായി മികച്ച നിലയിൽ നിൽക്കുന്നു. അപ്പോൾ പാരമ്പര്യമായുള്ള NCPയും ശിവസേനയും വലിയ തകർച്ചയെ നേടുകയും ചെയ്തു. നമുക്കറിയാം, ശിവസേനയുടെ ബാൽ താക്കറെയുടെ പാരമ്പര്യം പേർന്ന ഉദ്ധവ് താക്കറേക്ക് മഹാരാഷ്ട്രയിൽ കാലിടറിയിരിക്കുന്നു. അതുപോലെ തന്നെ ശരത് പവാർ നേരിട്ട് നേതൃത്വം നൽകിയിട്ടും താൻ രൂപീകരിച്ച NCP അവിടെ വലിയ തകർച്ചയെ നേടുന്നു. കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ വലിയ തകർച്ചയാണ്. കാരണം ശിവസേന ഉദ്ധവ് താക്കറേക്കും പിന്നിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു. വലിയ തിരിച്ചടി തന്നെയാണ്. തീർച്ചയായും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മേഖലകളിലും BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന്, മഹായുതി സഖ്യത്തിന് വലിയ മേൽക്കൈ നേടുവാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന വലിയ പാഠം. നമുക്കറിയാം, വിദർഭ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകും എന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, അവിടുത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രളയവും വരൾച്ചയും ഒക്കെ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ, കർഷക പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല, ആ മേഖലകളിലൊക്കെ പരമ്പരാഗതമായി കോൺഗ്രസിന് വലിയ ആധിപത്യമുണ്ട മേഖലയാണ് വയൻ ഗംഗയൊഴുകുന്ന വിദർഭ മേഖല. പക്ഷേ അവിടെയൊക്കെ വലിയ ശക്തിയായി BJP മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ പരുത്തി കർഷകരും കരിമ്പ് കർഷകരും സോയാബീൻ കർഷകരും ഒക്കെ BJPക്കൊപ്പം, ആ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിദർഭ മേഖലയിൽ നാം കണ്ടത്. അതുപോലെ തന്നെയാണ് മഹാ അഘാടി സഖ്യത്തെ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ശരത് പവാറിന് വലിയ സ്വാധീനമുള്ള പഞ്ചസാര ഫാക്ടറികളുടെ നാടായ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും വലിയ നേട്ടമാണ് മഹായുതി സഖ്യം, BJP സഖ്യം നേടിയിരിക്കുന്നത്. അവിടെ NCPക്ക് വലിയ തകർച്ച നേരിട്ടിരിക്കുന്നു, കോൺഗ്രസിന് വലിയ തകർച്ച നേരിട്ടിരിക്കുന്നു. ശിവസേനയ്ക്കും അവിടെ ഉദ്ധവ് താക്കറയുടെ വിഭാഗത്തിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ എവിടെയായിരുന്നോ ശക്തി ഉണ്ടായിരുന്നത്, എവിടെയായിരുന്നോ കൂടുതൽ ശക്തിപ്പെടേണ്ടത്, അവിടെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്ര ഫലത്തിലുണ്ടായത്. എന്നാൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ശിവസേന, ഷിൻഡെ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളെല്ലാം അവർ പൂർണ്ണമായ ഒരു വിജയം, സമഗ്രമായൊരു വിജയം, സമ്പൂർണ്ണമായൊരു വിജയം നേടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വടക്കൻ മഹാരാഷ്ട്രയിൽ BJPക്ക് വലിയ ശക്തിയുള്ളതാണ്. RSSന് വലിയ ശക്തിയുള്ള മേഖലയാണ്. കാർഷിക മേഖല എവിടെയുണ്ട് എങ്കിൽ കൂടിയും അവിടെ BJP സമ്പൂർണ്ണാധിപത്യം നിലനിർത്തിയിരിക്കുന്നു. മുൻ തവണത്തേക്കാൾ മികച്ച വിജയം നേടിയിരിക്കുന്നു. കൊങ്കൺ മേഖല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഹൃദയമാണ്, മഹാരാഷ്ട്രയുടെ തലച്ചോറാണ്. ഈ ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമാണ്, വാഴപ്പഴങ്ങളുടെ തലസ്ഥാനമാണ്, അൽഫോൺസ മാങ്ങയുടെ തലസ്ഥാനമാണ്, വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നാസിക്
അവിടെയുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ആ മേഖല പൂർണ്ണമായും ബി ജെ പിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സമ്പൂർണ്ണ ആധിപത്യം. ബി ജെ പി മത്സരിച്ച 141 സീറ്റിൽ മത്സരിക്കുമ്പോൾ അതിൽ 132 സീറ്റിലും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. വളരെ വലിയ ബി ജെ പി വെല്ലുവിളി നേരിട്ട ഒരു മേഖല മറാത്തുവാഡയാണ്. മറാത്തുവാഡയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയും മതവുമെല്ലാം വലിയ വിഷയമായി മാറിയ സാഹചര്യമാണുള്ളത്. ഒരു വശത്ത് മറാത്തകൾ അവരുടെ സംവരണത്തിനായി പോരാടുന്നു, അവർക്കെതിരായി OBC അങ്ങനെ നിൽക്കുന്നു. രണ്ട് വിഭാഗത്തെയും ചേർത്ത് നിർത്താൻ കഴിയില്ല ബി ജെ പിക്ക് എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം മറാത്തികളെ പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് മഹായുതിക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും മഹാവികാസ് അഘാടി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു അട്ടിമറി ഉണ്ടാകും. ഇതായിരുന്നു ആ വലിയൊരു അട്ടിമറി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. എന്താണ് സത്യത്തിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് സംഭവിച്ചത്? ഇത്തരത്തിൽ താഴോട്ട് പോകാനിടയാക്കിയ അല്ലെങ്കിൽ പാളിച്ച വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ ബിനീഷ്? ഒപ്പം തന്നെ ജനപ്രിയ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രചരണ തന്ത്രമായിരുന്നു മഹായുതി നടത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും അവർ അർപ്പിച്ച ആ ആത്മവിശ്വാസം അത് വോട്ടായി മാറി എന്നുള്ളത് കൂടിയല്ലേ നമ്മൾ ഈ ഫലത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതി സെൻസസ് അടക്കം ഉയർത്തിക്കൊണ്ടു വന്നതായിരുന്നു മഹാവികാസ് അഘാടി. പക്ഷേ അവിടെയും പരാജയപ്പെട്ടു എന്ന് വേണ്ടേ കാണാൻ? തീർച്ചയായിട്ടും. കാരണം മഹാരാഷ്ട്രയിൽ വികസനം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി സഖ്യം മുന്നോട്ട് വന്നത്. ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികളും നന്ദു സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പദ്ധതികൾക്കും വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്. ലാഡ്ലി ബഹൻ പദ്ധതിയിൽ 1500 രൂപ കൊടുക്കുന്ന സംവിധാനമായിരുന്നു ഷിൻഡെ സർക്കാർ അവിടെ നടപ്പാക്കിയത്. എന്നാൽ ഇത്തവണ അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആ 1500 രൂപ എന്നുള്ളത് 2100 രൂപയാക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് നൽകിയത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയുടെ വികസനത്തിന് ഉതകുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ഉള്ള പദ്ധതികളെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഷിൻഡെയുടെ നേതൃത്വമുള്ള സർക്കാരിനെ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ വലിയ പിന്തുണ മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നു. കാരണം വികസനവും ജനക്ഷേമവുമെല്ലാം വോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ നന്ദു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് മഹാവികാസ് അഘാഡിക്ക് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതെന്നുള്ളതാണ്. അത് വളരെ വ്യക്തമാണ്. മഹാവികാസ് അഘാഡി എന്ന ആ സഖ്യം അങ്ങനെ ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു സഖ്യമല്ല. പക്ഷേ ചില സാങ്കേതിക സാഹചര്യങ്ങളിൽ അവർക്ക് ഒന്നിച്ച് ചേരേണ്ടി വന്നത് മാത്രമാണ്. നമുക്കറിയാം ശിവസേന, ബാൽ താക്കറെയുടെ ശിവസേന, ആ ശിവസേനയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന, ആ ശിവസേനയാണ് യഥാർത്ഥത്തിൽ ശിവസേന എന്ന് പറയേണ്ടത്. കാരണം ബാൽ താക്കറെയാണ് ശിവസേനയ്ക്ക് രൂപം നൽകിയത്. ബാൽ താക്കറെയുടെ മകനാണ് ഉദ്ധവ് താക്കറെ. ആ പാരമ്പര്യം, പക്ഷേ അവരുടെ സ്വത്വവും കോൺഗ്രസിൻ്റെ മുഖ്യ സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ സത്വവും തമ്മിൽ ഒത്തുപോകുവാൻ ഒരിക്കലും കഴിയില്ല. കാരണം അതിതീവ്രമായ ഹിന്ദുത്വവാദവും അതിതീവ്രമായ മറാത്താവാദവും ഒക്കെ തന്നെയാണ് ശിവസേനയുടെ ശക്തി. അതിൽ തന്നെയാണ് ശിവസേന വളർന്നുകൊണ്ടിരുന്നതും. അതിനെയെല്ലാം ബലികഴിച്ചുകൊണ്ട് കോൺഗ്രസ് പക്ഷത്ത് ചേരുമ്പോൾ തീർച്ചയായും അത് ശിവസേനയിലെ പ്രവർത്തകർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല, ശിവസേനയോടൊപ്പം നിൽക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ബി ജെ പിയിൽ നിന്ന് പോലും ശിവസേനയിലേക്ക് ആൾക്കാർ പോകുന്നത് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വവാദം പോരാ, അതിൽ കൂടുതൽ തീവ്രമാകണമെന്നുള്ള ആശയത്തോടു കൂടിയാണ് ശിവസേനയിലേക്ക് പോകുന്നത്. അത്രയും തീവ്രമായ ഹിന്ദുത്വമുള്ള ശിവസേനയ്ക്ക് മതേതരത്വവും ഹിന്ദുത്വവാദത്തിനും എതിരെ നിൽക്കുന്ന കോൺഗ്രസുമായി ചേർന്ന് പോകുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവരൊരു സഖ്യം രൂപീകരിക്കുന്നു. ആ സഖ്യത്തെ മഹാരാഷ്ട്രയിലെ ശിവസേന പ്രവർത്തകർ തള്ളിക്കളയുന്നു എന്നാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം NCPക്ക് ഉണ്ടായ ഒരു തകർച്ച. NCPയെ സംബന്ധിച്ചിടത്തോളം ശരത് പവാർ രൂപം കൊടുത്ത NCP ആണ് മഹാരാഷ്ട്രയിൽ അതിന് രൂപം കൊടുത്തത്. നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വം പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ കലാപമുണ്ടാക്കി അതിശക്തനായി പുറത്തു വന്ന് മഹാരാഷ്ട്രയിൽ NCPയെ വളരെ ശക്തമാക്കി നയിച്ച ശരത് പവാർ, ആ സമയത്തെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടുകളായിരുന്നു ശരത് പവാറിലേക്ക് വന്നിരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് ശരത് പവാർ വരുന്നത്. ആ ശരത് പവാർ വീണ്ടും കോൺഗ്രസുമായി ചേർന്ന് കോൺഗ്രസിൻ്റെ ആശയങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ആ ശരത് പവാറിനെയും മഹാരാഷ്ട്ര ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് അവിടെ സഖ്യകക്ഷി ആ മഹാവികാസ് അഘാഡിയിലെ ഏറ്റവും പിന്നിലേക്ക് ശരത് പവാർ NCP വിഭാഗം പോകുന്നു. കോൺഗ്രസ് അതിൻ്റെ തൊട്ടു മുമ്പിലുണ്ടെന്ന് മാത്രം. അല്പമെങ്കിലും മെച്ചപ്പെട്ട നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഉദ്ധവ് താക്കറെയുടെ
ശിവസേനയ്ക്ക് മാത്രമാണ്. അപ്പോൾ പോലും അത് 10% താഴെ സീറ്റുകളാണ് മഹാരാഷ്ട്രയുടെ എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദിനേശ്, ഒരുപക്ഷെ അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകാതിരുന്നെങ്കിൽ പോലും ആ ഒരു മാറ്റം ശിവസേനയ്ക്ക് അനുകൂലമായി വന്നേനെ എന്നുള്ളതാണ് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ മഹാവികാസ് അഘാടി സഖ്യം രൂപീകൃതമായ ദിനം മുതൽ, അല്ലെങ്കിൽ എന്ന് മുതലാണോ ഈ സഖ്യം, ഇത്തരത്തിലൊരു സഖ്യം ഒരു തരത്തിലും പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടു പോകാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത ഈ പാർട്ടികൾ ചേർന്ന് ഒരുമിച്ച് ഈ സഖ്യം രൂപീകരിക്കുമ്പോൾ ഉണ്ടായ ഉള്ളിലെ പടലപ്പിടക്കം, അത് പല ഘട്ടത്തിലും നമ്മൾ മറന്നുനോക്കി പുറത്തു വന്നതാണ്. അതൊക്കെ തന്നെ ആ ഉള്ളിലെ കലഹങ്ങൾ പലപ്പോഴും പ്രചരണത്തിൽ പോലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നോളം തന്നെയാകണം സ്വാഭാവികമായും ഇവരുടെ ഈ ഒരു പ്രതീക്ഷിച്ച ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാതെ മഹാവികാസ് അഘാടി താഴേക്ക് പോയതെന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതില്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഒരു തരത്തിലും ജനങ്ങൾക്ക്, അവരുടെ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സഖ്യമല്ല മഹാവികാസ് അഘാടി എന്നത് വളരെ വ്യക്തമാണ്. കാരണം അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു തരത്തിലും രാഷ്ട്രീയപരമായി ഒത്തുചേർന്ന് പോകാൻ കഴിയുന്ന, ആശയപരമായി ഒത്തുചേർന്ന് പോകാൻ കഴിയുന്ന ഒന്നല്ല. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുക്കുമ്പോൾ ഉദ്ധവ് താക്കറെ പറഞ്ഞത് അത് കൊടുത്തോളൂ, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് വീര സവർക്കർക്ക് കൊടുക്കാത്തതെന്ന ചോദ്യമാണ് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വീര സവർക്കറെയാണ് കോൺഗ്രസ് രാജ്യം മുഴുവനും എതിർക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഉദ്ധവ് താക്കറെ പറഞ്ഞത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും മഹാരാഷ്ട്രയുടെ മണ്ണിൽ വന്നിട്ട് സവർക്കർക്കെതിരെ പറഞ്ഞാൽ ആ നാവ് ചവിട്ടിപ്പിഴുതെടുക്കുമെന്ന് പറഞ്ഞ ഉദ്ധവ് താക്കറെക്ക് ആ താക്കറെയുടെ പാർട്ടിക്ക് എങ്ങനെയാണ് കോൺഗ്രസുമായി ചേർന്ന് മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ഒരിക്കലും സാധിക്കാത്ത ഒരു സഖ്യം ആണ് അത് എന്ന് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശത്തിലൂടെ മഹാരാഷ്ട്രയിൽ തെളിയിച്ചിരിക്കുന്നുണ്ട്. ജാതി മത സമവാക്യങ്ങളൊക്കെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ശക്തി. ആ രീതിയിൽ തന്നെയാണ് ശിവസേന വളർന്നതും വളർന്നുകൊണ്ടിരുന്നതും ഒക്കെ തന്നെ. മാത്രമല്ല, ശിവസേനയുടെ രീതി അനുസരിച്ച് ഭരണത്തിൽ താക്കറെ കുടുംബം വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ബാൽ താക്കറെ ശിവസേനയെ അതിശക്തമാക്കി 1995 മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിക്കുമ്പോൾ പോലും ബാൽ താക്കറെ മാറി നിന്നുകൊണ്ട് മനോഹർ ജോഷി എന്ന മുഖ്യമന്ത്രിയെ അവിടെ ശിവസേനയുടെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറി സർവ്വവും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്ന ശിവസേന ഉദ്ധവ് താക്കറെയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആണ് ഉദ്ധവ് താക്കറെയുടെ, അല്ലെങ്കിൽ യഥാർത്ഥ ശിവസേന രണ്ടായി പിളർന്ന് ഷിൻഡെ വിഭാഗം പുറത്തു പോകേണ്ടി വന്നത്. ഒരുപക്ഷെ അന്ന് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി പദം ഉദ്ധവ് താക്കറെ നൽകുവാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ മഹാരാഷ്ട്രയുടെ ചരിത്രവും രാഷ്ട്രീയവും മറ്റൊന്നായി മാറുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ജനങ്ങൾ, ശിവസേനയെ അംഗീകരിക്കുന്ന ജനങ്ങൾ BJPയോടൊപ്പം പോയ ശിവസേനയെ ഷിൻഡെ വിഭാഗത്തെ തന്നെയാണ് അംഗീകരിക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ശിവസേനയുടെ തീവ്രവാദം പോരാ എന്ന് കരുതുന്ന, ശിവസേനയിൽ വളരെയധികം തീവ്രവാദമുണ്ടെന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ പ്രവർത്തകരാണ് BJPയിലേക്ക് വരുന്നത്. BJPയുടെ തീവ്രവാദം, ഹിന്ദുത്വം പോരാ എന്ന് പറയുന്നവരാണ് ശിവസേനയിലേക്ക് വരുന്നത്. അങ്ങനെ ശിവസേനയും BJPയും തമ്മിൽ ഒരു വലിയ പാലം സ്ഥിരമായുണ്ട്. ഒരു കാലത്ത് BJP മഹാരാഷ്ട്രയിൽ വളരെ ചെറിയ വിഷയമായി ഇരുന്നപ്പോൾ ബാൽ താക്കറെയുടെ തണലിൽ, ശിവസേനയുടെ തണലിലാണ് BJP മഹാരാഷ്ട്രയിൽ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്. അക്കാലത്ത് പോലും ശിവസേനയിൽ നിന്ന് പോകുന്നവരാണ് ഇത്രയും തീവ്രവാദത്തെ, ഹിന്ദുത്വ തീവ്രവാദത്തെ, മറാത്തിവാദത്തെ അംഗീകരിക്കാൻ കഴിയാതെ പുറത്തു വന്നവരായിരുന്നു BJPയിലേക്ക് വന്ന് BJPയെ മഹാരാഷ്ട്രയിൽ ശക്തമാക്കിയത്. അക്കാലത്ത് പോലും ബാൽ താക്കറെയൊക്കെ ലഭിച്ച ഉപദേശം, ഇങ്ങനെ BJPയിലേക്ക് പോകുന്നവരെ അവിടെ എടുക്കുന്നത് തടയണം. കാരണം BJPയിലേക്ക് അങ്ങനെ പോകുന്നത്, BJP ഇപ്പോൾ ശിവസേനയുടെ തണലിലാണ്, അത് തടയണമെന്ന് പറഞ്ഞു. പക്ഷേ BJPയിലേക്ക് പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടായിരുന്നു അന്ന് പോലും താക്കറെ എടുത്തത്. ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് BJPയിലേക്കല്ലേ, സമാനമായ മനസ്സാണുള്ളത് എന്നായിരുന്നു ബാൽ താക്കറെ പറഞ്ഞത്. അങ്ങനെ സമാനമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം ശിവസേനക്കാർക്ക് തീർത്തും അവരുടെ ആദർശങ്ങളെ, അവരുടെ രീതികളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തോടൊപ്പം ചേർന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ പോയതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേനയ്ക്കുണ്ടായ ഈ വലിയ തിരിച്ചടി. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ NCPക്കും മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത്. നന്ദു. ശരി ബിനീഷ്, മറ്റൊരു കാര്യം, ഈ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ് RSSന്റെ പ്രവർത്തനം. ശക്തമായ ഒരു പ്രവർത്തനം, അടിത്തറയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം RSS അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. ഒപ്പം ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
വരുന്നുണ്ട്. ബിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവസേനയിലും ഒപ്പം BJP-യിലുമുള്ള ഹിന്ദുക്കൾ ഒപ്പം മഹാരാഷ്ട്രയിലെ ഒരു ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തെയും ഒരുമിപ്പിക്കാൻ ഈ മഹായുതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കട്ടെ. അഖില, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് RSSൻ്റെ 100ാം വാർഷികമാണ്. RSS 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ RSSന് സ്വാധീനമുള്ള ഒരു BJP സർക്കാർ അല്ലെങ്കിൽ ഒരു NDA സർക്കാർ ഉണ്ടാവണമെന്നത് അവരുടെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയുള്ള വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ മഹാരാഷ്ട്രയുടെ എല്ലാ മേഖലകളിലും അവർ നടത്തിയെന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, RSSന് വലിയ സ്വാധീനമുള്ള വടക്കൻ മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണ വിജയമാണ് BJP സഖ്യം നേടിയിരിക്കുന്നത്. അവിടെ കാരണം നാസിക് അടക്കം അവിടെയാണ്, സവർക്കറുടെ ഭവനം അടങ്ങുന്നത് വടക്കൻ മഹാരാഷ്ട്രയിലാണ്. അങ്ങനെ പൂർണ്ണമായും RSSന് സ്വാധീനമുള്ള വടക്കൻ മഹാരാഷ്ട്ര. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ഹൃദയഭൂമിയായ വ്യാവസായിക ഭൂമിയായ മുംബൈ അടക്കമുള്ള കൊങ്കൺ അടക്കമുള്ള ആ മേഖലകളിലും RSSന് വലിയ സ്വാധീനമുള്ളത്. അവിടെയെല്ലാം ശിവസേന, ഷിൻഡെ വിഭാഗവും BJP-യും സമ്പൂർണ്ണമായ ആധിപത്യമാണ്. അവിടെ മറ്റാരെയും നിലം തൊടിയിക്കാതെയുള്ള ഒരു വിജയം തന്നെയാണ് അവിടെ നേടിയിരിക്കുന്നത്. അഖില സൂചിപ്പിച്ചതുപോലെ ജാതി രാഷ്ട്രീയം വലിയ പ്രശ്നമായിരുന്നു. അവിടെ ഇടപെട്ടത് RSS തന്നെയാണ്. അല്ലെങ്കിൽ മറാത്തുവാഡ മേഖലയിൽ 46 സീറ്റുണ്ട്. അവിടെ BJP-ക്ക് ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകുവാൻ ഒരു സാധ്യതയില്ലായിരുന്നു. കാരണം അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറാത്തികളാണ്. അവർ മറാത്തികൾക്ക് സംവരണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മറുഭാഗത്ത് ശക്തമായിട്ടുള്ളത് OBC ആണ്. അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട OBC വലിയ വിഭാഗം അവരുടെ സംവരണമുണ്ട്. ഈ രണ്ട് വിഭാഗത്തെയും തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോവുക, രണ്ടുപേരെയും ഒരേപോലെ സംതൃപ്തരാക്കുക എന്നത് ഒരു തരത്തിലും സാധിക്കാത്ത എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് മറാത്തിവാദക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമ്പോൾ, അല്ലെങ്കിൽ മറാത്തി സംവരണത്തെ BJP അനുകൂലിക്കുമ്പോൾ ഇപ്പുറത്ത് OBC പിണങ്ങും. OBCക്ക് കൂടുതൽ സംവരണം നൽകുമ്പോൾ മറാത്തികൾ പിണങ്ങും. അങ്ങനെയുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് RSS ഇടപെട്ടുകൊണ്ട് ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്ന് മുന്നേറുകയാണ് വേണ്ടത് എന്ന ഒരു സന്ദേശം തന്നെ RSS നൽകുകയും രണ്ട് ഭാഗത്തെയും അടിത്തട്ടിൽ പ്രവർത്തിപ്പിച്ച് അവരെ ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടുവന്ന് ബൂത്തിലെത്തിച്ച് BJP-ക്ക് അനുകൂലമായ തരത്തിൽ അവിടെ വോട്ട് ചെയ്യിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ പ്രചാരണത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏക് രഹേത്തോ സേഫ് രഹോ എന്നായിരുന്നു. കാരണം ഒന്നിച്ചു നിൽക്കണം, നമുക്കിപ്പോൾ വിഘടിച്ച് നിൽക്കേണ്ട സമയമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കണം, എങ്കിൽ മാത്രമേ സുരക്ഷിതമാകൂ എന്ന RSSൻ്റെ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മഹാരാഷ്ട്രയിൽ റാലികളിലെത്തി പ്രഖ്യാപിച്ചത്. അതിൻ്റെ എല്ലാം വിജയം കണ്ടു എന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഈ സമ്പൂർണ്ണ വിജയം. പൂർണ്ണ വിജയം, കാരണം ഇതിന് മിന്നുന്ന ഒരു വിജയം തന്നെ. മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ BJP സഖ്യമോ പ്രതീക്ഷിക്കാത്ത, ഒരു എക്സിറ്റ് പോളും പ്രവചിക്കാത്ത, കാരണം ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞ എക്സിറ്റ് പോളുകൾ പോലും പരമാവധി പറഞ്ഞ സീറ്റ് 195 സീറ്റുകൾ മാത്രമാണ്. അവിടെ നിന്നെല്ലാം മുന്നേറി 224 സീറ്റും കടന്ന് BJP സഖ്യം മുന്നേറുമ്പോൾ അത് RSSൻ്റെ വിജയമാണ്, BJP-യുടെ വിജയമാണ്, യഥാർത്ഥ ശിവസേനയുടെ വിജയമാണ്, NCP അജിത് പവാറിൻ്റെ വിജയമാണ്. അങ്ങനെ സമ്പൂർണ്ണ വിജയമാണ് അവിടെ നേടുന്നത്. അങ്ങനെ പോകുമ്പോൾ പോലും ആദിത്യ താക്കറെ വർലി മണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മിലിന്ദ് ദേവ്രെ എന്ന സീനിയർ നേതാവിനെയാണ് അവിടെ ആദിത്യ താക്കറെ പരാജയപ്പെടുത്തുന്നത്. 3 തവണ MP ആയ ആളാണ് മിലിന്ദ് ദേവ്ര. ആ മിലിന്ദ് ദേവ്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദിത്യ താക്കറെ നേരിയ വോട്ടിനാണെങ്കിലും വർലി മണ്ഡലം, വളരെ നിർണായകമായ ആ മണ്ഡലവും പിടിച്ചിരിക്കുന്നു. അഖില, തീർച്ചയായും മഹാരാഷ്ട്രയിലെ വിശദമായ വിവരങ്ങളാണ് ബിനീഷ് കൊട്ടാരത്തിൽ പങ്കുവച്ചത്. അഖില, നമ്മളിനി ഝാർഖണ്ഡിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഝാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അപ്പാടെ തള്ളിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നേറ്റം തുടർന്ന് ഭരണ തുടർച്ച നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. മൊത്തം 81 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ 58 എണ്ണത്തിലും JMM ഇന്ത്യ സഖ്യം ഏറ്റവും നിർണായകം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റോളം BJP നേടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് കുറഞ്ഞു പോകുന്നു. BJP-ക്ക് സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ആകെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ജാർഖണ്ഡിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ടായി എന്നുകൂടി കരുതേണ്ടതുണ്ട്. നമുക്ക് ബിനീഷ് കൊട്ടാരത്തിൽ വീണ്ടും ചേരുകയാണ് ഝാർഖണ്ഡിലെ വിശദാംശങ്ങളുമായി. ബിനീഷ്, നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയുടെ കാര്യം വ്യക്തമായൊരു ചിത്രം ബിനീഷ് ഇവിടെ പങ്കുവച്ചു കഴിഞ്ഞു. ഇനി ഝാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇത്തവണ ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മൊത്തം 81 സീറ്റുകളിൽ 58ഓളം JMM ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചു. അവർ ഭരണ തുടർച്ച ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്നും ഝാർഖണ്ഡിലെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു?
നന്ദു, തീർച്ചയായും വലിയൊരു വിജയം തന്നെയാണ് ജാർഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. JMMും കോൺഗ്രസും ചേർന്ന ഒരു മുന്നണിയാണ് ജാർഖണ്ഡിൽ മത്സരിച്ചത്. അവർക്ക് ഭരണം നിലനിർത്താൻ കഴിയുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ജാർഖണ്ഡ് മാറി മാറി ഭരിച്ചു വരുന്ന ഭരണം മാറി മാറി വരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അതിനും ഇവിടെ JMM തടയിട്ടിരിക്കുന്നു. അവർ ഇതാ തുടർ ഭരണത്തിന് അർഹത നേടിയിരിക്കുന്നു. വലിയ വിജയം, കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം. കഴിഞ്ഞ തവണ ഇപ്പോൾ അഖില സൂചിപ്പിച്ചതുപോലെ BJPക്ക് ഉണ്ടായിരുന്ന 28 സീറ്റിൽ നിന്ന് അവർ വീണ്ടും പിന്നോട്ട് പോകുന്നു. കാരണം ആദിവാസി മേഖലകൾ ആദിവാസികൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയാണ് ജാർഖണ്ഡ്. ആ ജാർഖണ്ഡിൽ വലിയ തിരിച്ചടി BJPക്ക് നേരിട്ടില്ലെങ്കിലും ഒരു മുന്നേറ്റവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരിയ തലത്തിലെങ്കിലും സീറ്റ് പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഹേമന്ത് സോറന് 3 മാസത്തിലധികം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഹേമന്ത് സോറന് ജയിലിൽ പോകേണ്ടി വന്നത്. മടങ്ങി വന്ന ഹേമന്ത് സോറൻ അതുവരെ ഭരണമേൽപ്പിച്ചിരുന്ന ചമ്പൈ സോറനെ മാറ്റി വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ ചമ്പൈ സോറൻ അവിടെ നിന്നും പിണങ്ങി BJP പാളയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കണ്ടു. അതൊരു പക്ഷേ JMMൽ എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഒരുപക്ഷെ എക്സിറ്റ് പോളുകളൊക്കെ വിലയിരുത്തിയിരിക്കാം. പക്ഷേ അതിലൊന്നും പ്രസക്തിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് JMM ആണ് ജാർഖണ്ഡിൻ്റെ പാർട്ടി. ആ JMMനെ ജാർഖണ്ഡിൽ തളർത്തുവാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ വോട്ടെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത്. അവിടെ BJP ആദിവാസി മേഖലകൾ കടന്നു കയറുവാനും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുമൊക്കെ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളൊന്നും തന്നെ BJPയുടെ ശ്രമങ്ങളൊന്നും തന്നെ അവിടെ വിജയിച്ചില്ല. അവിടെ BJP മുന്നണി സമ്പൂർണ്ണമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. മാത്രമല്ല BJPക്ക് അവിടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷി എന്ന് പറയുന്നത് ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനാണ്. ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് 10 സീറ്റിലോളം മത്സരിച്ച അവർക്കും വലിയൊരു സ്വാധീനം ജാർഖണ്ഡ് മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവർക്കും കാര്യമായ സീറ്റ് നേടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൂർണ്ണമായും BJP മുന്നണി ജാർഖണ്ഡിൽ പരാജയപ്പെടുന്നു. നമുക്കറിയാം ഹേമന്ത് സോറനെതിരെ എടുത്ത നടപടികൾ ജാർഖണ്ഡിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഹേമന്ത് സോറനെ ജയിലിലടച്ചത് ശരിയായില്ല. തങ്ങൾക്ക് ഒരു സംസ്ഥാനം നേടിത്തന്ന, തങ്ങൾക്ക് വേണ്ടി പോരാടിയ ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറനെ തള്ളിക്കളയുവാനായി ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് കഴിയില്ല, അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്ക് കഴിയില്ല എന്ന് തെളിയിക്കുകയാണ്. കാരണം സായുധമായി കൂടി പോരാടിയാണ് ഷിബു സോറൻ ബീഹാറിനെ വെട്ടിമുറിച്ച് ജാർഖണ്ഡ് എന്ന ആദിവാസികൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതിൻ്റെ അന്നു മുതൽ ഷിബു സോറൻ നേടിയ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശം തങ്ങൾ ഹേമന്ത് സോറനും കൊടുക്കുന്നു. ഹേമന്ത് സോറനെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുവെന്നാണ് ജാർഖണ്ഡ് ജനത പറഞ്ഞത്. അവിടെ ഉണ്ടായ എല്ലാ വിവാദങ്ങളെയും ജാർഖണ്ഡ് ജനത തള്ളിക്കളയുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ജാർഖണ്ഡ് ജനത പ്രഖ്യാപിക്കുന്നു. അഖില, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുമ്പോൾ പോലും BJPയുടെ വലിയ ഇടപെടൽ ജാർഖണ്ഡിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ JMMന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള JMMൻ്റെ പ്രവർത്തനം എന്ന് തന്നെ പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഹേമന്ത് സോറൻ ഇഫക്റ്റ് മാത്രമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ ബിനീഷ്? ഈ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന ഒരു ഇടപെടൽ ജാർഖണ്ഡിൽ എടുത്തില്ല എന്നുകൂടി കരുതേണ്ടി വരില്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു പിന്നോട്ട് പോക്ക്? അഖില, BJP പരമാവധി ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇടപെട്ടതുപോലെ, കാരണം മഹാരാഷ്ട്ര ഇത്തവണ പിടിക്കേണ്ടത് BJPയുടെയും RSSൻ്റെയും ഒക്കെ വളരെ അനിവാര്യമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാറി മാറി ഭരണം വരുമ്പോൾ തീർച്ചയായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് BJP കരുതിയിരുന്നില്ല എന്നതാണ് BJPക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതുതന്നെയാണ് BJPക്ക് ഉണ്ടായ ഒരു തിരിച്ചടി. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ ആദിവാസി സമൂഹങ്ങളുടെ പിന്തുണ ഹേമന്ത് സോറന് തീർച്ചയായും ഉണ്ടാവും. കാരണം അവർക്ക് വേണ്ടി നമുക്കറിയാം 2000-ൽ മാത്രമാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അത് ആദിവാസികൾക്ക് വേണ്ടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷിബു സോറൻ പോരാടി നേടിയ ഒരു സംസ്ഥാനമാണ്. ആ മേഖലയിലേക്ക് കൂടുതൽ കടന്നു കയറുവാനായി BJP ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായി. ഒപ്പം തന്നെ ഹേമന്ത് സോറനെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് ജാർഖണ്ഡ് ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണ ഹേമന്ത് സോറൻ പരാജയപ്പെടുകയാണെങ്കിൽ
വീണ്ടും അദ്ദേഹത്തിന് അത്തരം ഒരു മോശമായ സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മകനെ കൈവിടുവാനായി ജാർഖണ്ഡ് ജനത തയ്യാറായില്ല. ഒപ്പം തന്നെ അവിടെ ബി ജെ പിയിലുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ബി ജെ പിയുടെ ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനം അങ്ങനെ 100% കണ്ട ഒരു സംസ്ഥാനമല്ല ജാർഖണ്ഡ്. അവിടെ കാരണം എല്ലാവർക്കും അവിടെ പ്രതീക്ഷ BJPക്ക് ജയിക്കാൻ കഴിയും. കാരണം മാറി മാറി ഭരണം വരുന്ന ഒരു പതിവുണ്ടാകുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷ, ആ അമിത പ്രതീക്ഷ തന്നെയാണ് അവിടെ വലിയ തിരിച്ചടിയായത്. അഖില.